നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മേയർ ആര്യ രാജേന്ദ്രൻ മുൻ കോർപ്പറേഷൻ ഭരിച്ചിരുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ രാജ്യത്തെ മേയറായിരുന്നു ആര്യ രാജേന്ദ്രൻ. അതിനുശേഷം തകർപ്പൻ വിജയം നേടിക്കൊണ്ടാണ് കോർപ്പറേഷൻ ഭരണം BJPക്ക് ലഭിക്കുന്നത്. ഇപ്പോഴത്തെ മേയർ VV രാജേഷ് അദ്ദേഹം ഭരണത്തിലേറി കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഭരണ നിലവാരത്തെക്കുറിച്ചും വളരെ നല്ല അഭിപ്രായമാണ് ജനങ്ങൾ പങ്കുവയ്ക്കാറുള്ളത്. പലപ്പോഴും പല കാര്യങ്ങളിലും വളരെ നിഷ്പക്ഷമായിട്ടുള്ള നിലപാടുകളാണ് അദ്ദേഹം സ്വീകരിക്കാറുള്ളത്. ഏതായാലും ഇപ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ള ചില പ്രസംഗങ്ങൾ അത് പല അഴിമതികൾ മുൻ കോർപ്പറേഷൻ ഭരണസമിതി കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന അഴിമതി ആരോപണങ്ങൾ അക്കമിട്ട് നിരത്തുന്നതാണ് അദ്ദേഹം ഇപ്പോൾ നടത്തിയിട്ടുള്ള ഈ ഒരു പ്രസംഗം. മുൻ മേയർ ആര്യ രാജേന്ദ്രന്റെ കോർപ്പറേഷൻ ഭരണകാലത്ത് നടത്തിയിട്ടുള്ള അഴിമതികളുടെ കെട്ടഴിക്കുകയാണ് മേയർ VV രാജേഷ്. തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഉദ്ഘാടന ചടങ്ങുകളിൽ ഉപയോഗിക്കുന്ന നിലവിളക്ക് വാടകയ്ക്കെടുത്തതിൽ വൻ സാമ്പത്തിക ക്രമക്കേട് നടന്നതായിട്ടാണ് ആരോപണം ഉന്നയിക്കുന്നത്. അതായത് അദ്ദേഹം ഒരു വേദിയിൽ നിന്ന് പ്രസംഗിക്കുകയാണ്. അപ്പോഴാണ് പറയുന്നത്, കേവലം ഒരു വിളക്കിന് 10,000 രൂപ മാത്രം വിലയുള്ള ഈ ഒരു കാലത്ത് കോർപ്പറേഷൻ ഒരു തവണ വിളക്ക് വാടകയ്ക്ക്, അതായത് കോർപ്പറേഷൻ എന്തെങ്കിലും പരിപാടിക്ക് വാടകയ്ക്ക് എടുക്കുന്നതിന് 6,000 രൂപ വെച്ചാണ് നൽകിയിരുന്നത് എന്നാണ് പറയുന്നത്. അതായത് ഓരോ തവണയും വിലയ്ക്ക് വാടകയ്ക്ക് എടുക്കുമ്പോൾ എത്ര പണം ഇതിനായി ചെലവഴിച്ചിട്ടുണ്ടാവും എന്നുള്ളത് നമുക്കൊന്ന് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. ഒരു തവണ ഒരു നിലവിളക്ക് ഇത്തരത്തിൽ ഒരു പരിപാടിക്ക് എടുക്കുമ്പോൾ 6,000 രൂപയാണ് ഇത്ര വാടക ഇനത്തിൽ എഴുതി ചേർത്തിരിക്കുന്നത്. അതും ഒരു വിളക്കിൻ്റെ നല്ലൊരു വിളക്ക് വാങ്ങാൻ 10,000 രൂപ മാത്രമാണ് ചിലവ് വരുന്നത്. ഒരു ദിവസം 4 ഉദ്ഘാടനങ്ങൾ വരെ നടക്കുമ്പോൾ ഇതിനായി വൻ തുക വാടക ഇനത്തിൽ ചിലവാക്കുന്നുണ്ട്. എന്നാൽ ഇതേ നിലവാരത്തിലുള്ള വിളക്ക് മേയർ നേരിട്ട് അന്വേഷിച്ചപ്പോൾ വെറും 500 രൂപയ്ക്ക് ലഭ്യമാണെന്ന് ബോധ്യപ്പെട്ടിരിക്കുന്നത്. അതായത് 6,000 രൂപയാണ് വാടക ഇനത്തിൽ ഇത്തരത്തിൽ എഴുതി എടുത്തിരുന്നത്. പക്ഷേ ഇത്തരത്തിൽ മേയർ തന്നെ ഇത്തരത്തിൽ അന്വേഷിച്ചപ്പോൾ 500 രൂപയ്ക്ക് വരെ ഇത് ലഭ്യമാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതും അദ്ദേഹം പറയുന്നുണ്ട് വേണമെങ്കിൽ ഒന്നും കൂടി നമുക്ക് ബാർഗെയിൻ ചെയ്യുകയാണെങ്കിൽ 350 രൂപയ്ക്ക് വരെ വാടകയ്ക്ക് വിളക്ക് ലഭിക്കും എന്നാണ് മേയർ പറഞ്ഞിരിക്കുന്നത്. കോർപ്പറേഷന്റെ ദൈനംദിന കാര്യങ്ങളിലും ചിലവുകളിലും വർഷങ്ങളായി നടന്നു പോരുന്ന അഴിമതിയുടെ ചെറിയൊരു ഉദാഹരണം മാത്രമാണിതെന്നും മേയർ VV രാജേഷ് വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല മേയർ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, ആർക്കൊക്കെ എപ്പോൾ വേണമെങ്കിലും വന്നു കഴിഞ്ഞാൽ കോർപ്പറേഷനിൽ ഈ കണക്കുകൾ ഉണ്ട് എന്നാണ് മേയർ VV രാജേഷ് പറഞ്ഞിരിക്കുന്നത്. ഒരു വിളക്കിൽ പോലും കമ്മീഷൻ വാങ്ങി തിന്നിരുന്നവർക്ക് ഭരണം പോയത് എങ്ങനെ സഹിക്കുന്നു എന്തോ. മേയറുടെ ഈ വീഡിയോ വളരെ വേഗത്തിലാണ് വൈറലായിരിക്കുന്നത്. കേരളം BJP ഭരിച്ചാൽ ഇതുപോലെ പല കള്ളങ്ങളും പുറത്തു വരും, പല രാഷ്ട്രീയ പാർട്ടിക്കാരും കാണിച്ച അഴിമതി പുറത്തു വരും എന്നൊക്കെയാണ് ആളുകൾ ഈ ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിലടക്കം വൈറലായപ്പോൾ പലരും കമൻറ്റ് ചെയ്യുന്നത് കാണാനായിട്ട് സാധിക്കുന്നത്. കാരണം ഏറ്റവും ചെറിയ ഒരു സാധാരണ നമുക്കറിയാം എല്ലാ ഉദ്ഘാടന വേദികളിലും അല്ലെങ്കിൽ ഇത്തരത്തിൽ എന്തെങ്കിലും കാര്യങ്ങൾ നടക്കുമ്പോൾ നിലവിളക്കുകൾ മിക്ക സ്റ്റേജുകളിലും അത് ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ 10,000 രൂപ മാത്രം ചിലവഴിച്ചൊരു വിളക്ക് വാങ്ങിക്കഴിഞ്ഞാൽ ആ ഒരു സ്ഥാനത്താണ് ഓരോ തവണയും വിളക്ക് വാടകയ്ക്ക് എടുക്കാനായിട്ട് 6,000 രൂപ വീതം ചിലവഴിച്ചു കൊണ്ടിരുന്നത്. ഈ വീഡിയോ അദ്ദേഹം ഇത് പറഞ്ഞതിന് പിന്നാലെ തന്നെ ആളുകളും കമൻറ്റുകളായി രംഗത്ത് വരുന്നുണ്ട്. സഖാക്കളുടെ അഴിമതി കഥ എല്ലാം പുറത്തു വരും. 40 വർഷം വിളക്ക് വാടകയ്ക്കെടുത്ത വകയിൽ മാത്രം മുക്കിയത് കോടികൾ. 40 വർഷം ദിവസം ഒരു പരിപാടി മാത്രം കണക്ക് കൂട്ടിയാൽ തന്നെ ഏകദേശം 8 കോടിക്ക് മുകളിൽ പോകും. ഒരു കോർപ്പറേഷനിൽ ഇത്രയ്ക്ക് അഴിമതിയാണെങ്കിൽ കേരളം മൊത്തം എത്ര കട്ട് കാണും ഇവർ എന്നിങ്ങനെ പോകുന്നു കമൻറ്റുകൾ. അധികാരത്തിലെത്തിയാൽ ആര്യയ്ക്കും ഭരണസമിതിക്കും എതിരായ അഴിമതി ആരോപണങ്ങളിൽ കോർപ്പറേഷൻ ആഭ്യന്തര അന്വേഷണം നടത്തുമെന്ന് BJP മുൻപ് പ്രഖ്യാപിച്ചിരുന്നു. അന്വേഷണം നടത്തുന്ന കാര്യത്തിൽ സമയമാകുമ്പോൾ തീരുമാനമെടുക്കുമെന്നും VV രാജേഷ് അന്ന് മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിരുന്നു. തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയർ ആര്യ രാജേന്ദ്രനെതിരെ വിവിധ അഴിമതി ആരോപണങ്ങളും വിവാദങ്ങളും ഉയർന്നു വന്നിട്ടുണ്ട്. കോർപ്പറേഷനിലെ താൽക്കാലിക തസ്തികകളിലേക്ക് പാർട്ടി പ്രവർത്തകരെ നിയമിക്കാൻ ആവശ്യപ്പെട്ട മേയറുടെ പേരിൽ പുറത്തു വന്ന കത്ത് വലിയ വിവാദമായിരുന്നു. ഒപ്പം തന്നെ KSRTC താൽക്കാലിക ഡ്രൈവറായിരുന്ന ഇത് പോലുള്ള ഒരു യുവാവിനോട് നടു റോഡിൽ വെച്ച് ഉണ്ടായിട്ടുള്ള വാക്ക് തർക്കവും പിന്നാലെ ജോലിയിൽ നിന്ന് തെറിപ്പിക്കുന്ന സംഭവമൊക്കെ തന്നെ വലിയ വിവാദം അല്ലെങ്കിൽ വലിയ നെഗറ്റീവായിരുന്നു മേയർ ആര്യയ്ക്ക് വാങ്ങിച്ചു കൊടുത്തത്.
രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന വിശേഷണത്തോടെ ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം നഗരസഭയുടെ തലപ്പത്തേക്ക് എത്തിയതിനെ വളരെ പ്രതീക്ഷയോടെയായിരുന്നു പലരും നോക്കിക്കണ്ടത്. രാഷ്ട്രീയ പരിചയമില്ലെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണങ്ങൾക്ക് രാഷ്ട്രീയമായും പ്രവൃത്തിയിലൂടെയും മറുപടി നൽകാൻ ആര്യയും പാർട്ടിയും എല്ലാ ഘട്ടത്തിലും ശ്രമിച്ചിരുന്നു. എന്നാൽ സ്ഥാനം ഏറ്റെടുത്തതിന് പിന്നാലെ ഒന്നൊന്നായി നിരവധി അഴിമതി ആരോപണങ്ങളും ക്രമക്കേടുകളുമാണ് തിരുവനന്തപുരം കോർപ്പറേഷനെതിരെ ഉയർന്നു വന്നത്. കെട്ടിട നമ്പർ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണം മുതൽ ഇപ്പോൾ പാർട്ടി പ്രവർത്തകർക്ക് വഴിവിട്ട് ജോലി നൽകാനുള്ള നീക്കം വരെ അത് നീളുന്നു. ആ അഴിമതിയിൽ കുളിച്ച ഭരണത്തിനുള്ള മറുപടിയായിരുന്നു ഇത്തവണ പെട്ടി തുറന്നപ്പോൾ കോർപ്പറേഷൻ ഭരണം ജനം BJPക്ക് നൽകിയത്. കോവിഡ് കാലത്ത് നടന്ന ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ടായിരുന്നു ആദ്യ വിവാദം. പൊങ്കാലയ്ക്ക് ശേഷമുള്ള ശുചീകരണത്തിനായി 21 ടിപ്പർ ലോറികൾ വാടകയ്ക്കെടുത്തതിൽ അഴിമതി ഉണ്ടെന്നായിരുന്നു ആരോപണം. കോവിഡ് കാലമായതിനാൽ വീടുകളായിരുന്നു ആ വർഷം ഭക്തർ പൊങ്കാല സമർപ്പിച്ചത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പണ്ടാരടുപ്പിൽ മാത്രമായിരുന്നു പൊങ്കാല. ഈ സാഹചര്യത്തിലും വൻ ശുചീകരണത്തിനെന്ന പേരിൽ വൻ തുക ചെലവാക്കിയെന്ന് പ്രതിപക്ഷം ആരോപിച്ചിരുന്നു. മറ്റൊന്ന്, കോർപ്പറേഷൻ പരിധിയിലെ ജനങ്ങൾ നികുതിയായി അടച്ച തുക രേഖപ്പെടുത്താതെയും രേഖപ്പെടുത്തിയ തുക അക്കൗണ്ടിൽ വരവ് വയ്ക്കാതെയും തട്ടിപ്പ് നടത്തിയതായും കണ്ടെത്തി. കെട്ടിട നികുതിയായും ലൈസൻസ് ഫീസായും അടച്ച തുകയും കണക്കിൽ വരവ് വയ്ക്കാതെ തട്ടിപ്പ് നടത്തുകയായിരുന്നു. ലഭിക്കുന്ന ചെക്കുകൾ ബാങ്കിൽ നൽകാതെ നികുതി ഒടുക്കിയതായും രേഖകൾ നൽകിയെന്നായിരുന്നു പിന്നീട് കണ്ടെത്തൽ. വിവരം പുറത്തു വന്നതിന് പിന്നാലെ പ്രതിപക്ഷം ഇത് രാഷ്ട്രീയ ആയുധമാക്കി. ഇതോടെ തട്ടിപ്പ് നടന്നതായി മേയർക്ക് സമ്മതിക്കേണ്ടി വന്നു. തട്ടിപ്പിന് പിന്നിൽ ഉദ്യോഗസ്ഥരാണെന്ന് മേയർ പറഞ്ഞു. ഇതിന് പിന്നാലെ ഇവർക്കെതിരെ നടപടിയെടുക്കുകയുണ്ടായി. നഗരത്തിൽ LED ലൈറ്റുകൾ സ്ഥാപിക്കുന്നതിനായി യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസിന് 2.5 കോടിയുടെ കരാർ കോർപ്പറേഷൻ നൽകിയതും സർക്കാർ ഉത്തരവുകൾ കാറ്റിൽ പറത്തിയായിരുന്നു എന്നായിരുന്നു ആരോപണം. 2021 ഫെബ്രുവരിയിലുള്ള കരാറിലൂടെ 18 ലക്ഷം രൂപയുടെ അഴിമതി നടന്നെന്നാണ് ആരോപണം. 5 ലക്ഷത്തിന് മുകളിലുള്ള കരാറുകളെല്ലാം ഈ ടെൻഡർ വിളിക്കാതെ നൽകുന്നത് ചട്ടവിരുദ്ധമാണെന്നും ഉന്നത ഉദ്യോഗസ്ഥരടക്കം ചൂണ്ടിക്കാട്ടിയിട്ടും ടെൻഡർ ക്യാൻസൽ ചെയ്ത് കരാർ നൽകിയതിൽ അഴിമതിയുണ്ടെന്ന ആരോപണം ഉയർന്നു. 10,000 LED ലൈറ്റുകൾ സ്ഥാപിക്കാൻ നഗരസഭ ആദ്യം ഈ ടെൻഡർ അപേക്ഷകൾ ക്ഷണിച്ചിരുന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളായ കെൽട്രോൺ, KSIE, കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് ലിമിറ്റഡ് എന്നിവർ കൊട്ടേഷൻ നൽകി. KL ഏറ്റവും കുറഞ്ഞ തുകയായ 2,350 രൂപയാണ് ക്വാട്ട് ചെയ്തത്. 2,450 രൂപയായിരുന്നു യുണൈറ്റഡ് ഇലക്ട്രിക്കൽസ് ഈ ടെൻഡറിൽ ക്വാട്ട് ചെയ്തിരുന്നത്. എന്നാൽ ഈ ടെൻഡർ മറികടന്ന് യുണൈറ്റഡ് ഇലക്ട്രിക്കൽസിന് കരാർ നൽകിയതാണ് വിവാദങ്ങൾക്ക് വഴിവെച്ചത്. കരാർ തുക കുറവായിരുന്നിട്ടും തങ്ങളെ ഒഴിവാക്കി മറ്റൊരു കമ്പനിക്ക് കരാർ നൽകിയതിനെ ചോദ്യം ചെയ്ത് KL മേയർക്ക് പരാതി നൽകിയിരുന്നു. ഈ ടെൻഡർ വേണ്ടെന്ന് വെച്ച് യുണൈറ്റഡ് ഇലക്ട്രിക്കൽസിന് കരാർ നൽകിയതിനെതിരെ പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തി. മറ്റൊന്ന്, വ്യാജ ജാതി സർട്ടിഫിക്കറ്റ് നിർമ്മിച്ച് പട്ടികജാതി വനിതകൾക്കുള്ള ഫണ്ട് തട്ടിയെടുത്തെന്നായിരുന്നു കേസ്. കോർപ്പറേഷനിൽ നിന്നും പട്ടികജാതി വനിതകൾക്കുള്ള സ്വയം തൊഴിൽ വായ്പാ സബ്സിഡി ഗുണഭോക്താക്കൾ അറിയാതെ തട്ടിയെടുത്തു എന്നാണ് കേസ്. ഈ വാർത്തയൊക്കെ മാതൃഭൂമിയിലൂടെയായിരുന്നു പുറത്തു വന്നിരുന്നത്. 1.5 കോടി രൂപയിലധികം ഇത്തരത്തിൽ തട്ടിയെടുത്തുവെന്നും നഗരസഭ പരാതി നൽകിയിരുന്നു. എന്നാൽ 3 കോടി രൂപയോളം തട്ടിച്ചെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. നഗരസഭയ്ക്ക് ജനറൽ വിഭാഗത്തിനും SC/ST വിഭാഗത്തിനും ജാതി തിരിച്ച് കായിക ടീം ഉണ്ടാക്കിയെന്നായിരുന്നു ആരോപണം. മേയറുടെ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റ് ചൂണ്ടിക്കാട്ടിയായിരുന്നു വിമർശനം. ഫുട്ബോൾ, ഹാൻഡ്ബോൾ, വോളിബോൾ, ബാസ്കറ്റ്ബോൾ, അത്ലറ്റിക്സ് എന്നീ ഇനങ്ങളിൽ ജനറൽ വിഭാഗത്തിനും SC/ST വിഭാഗത്തിനും പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും ഓരോ ടീമുകൾ വെവ്വേറെ ഉണ്ടാകുമെന്നായിരുന്നു മേയർ അറിയിച്ചത്. വിവിധ കായിക മത്സരങ്ങളിൽ പങ്കെടുക്കാൻ ഉണ്ടാക്കിയ സ്പോർട്സ് ടീമിന്റെ സെലക്ഷൻ അറിയിച്ചുകൊണ്ടുള്ള പോസ്റ്റാണ് വിവാദമായത്. ജാതി തിരിച്ച് ടീം ഉണ്ടാക്കുന്നത് ഇന്നേ വരെ കാണാത്ത കാര്യമാണെന്ന വിമർശനം വന്നതോടെ വിശദീകരണവുമായി മേയർ രംഗത്തെത്തി. സതുദ്ദേശപരമായി നഗരസഭ എടുത്ത തീരുമാനത്തെ തെറ്റിദ്ധാരണാജനകമായി വ്യാഖ്യാനിച്ചുവെന്നായിരുന്നു വിശദീകരണം. ഇങ്ങനെ പിന്നീട് KSRTC ഡ്രൈവറായിട്ടുള്ള യദുവുമായി തിരുവനന്തപുരത്ത് വെച്ച് സംഭവിച്ചിട്ടുള്ള പ്രശ്നവും അതും വലിയ രീതിയിൽ തന്നെ ഒരു നെഗറ്റീവ് ഇമേജ് ആയിരുന്നു നേടിക്കൊടുത്തത്. പിന്നീട് യദു എന്ന് പറയുന്ന യുവാവിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടു. പിന്നീട് അദ്ദേഹം ഇപ്പോഴും കേസുമായി കോടതികൾ കയറി ഇറങ്ങുകയാണ്. ഇതൊക്കെ തന്നെ ഒരു നെഗറ്റീവ് ഇമേജ് ആയിരുന്നു മേയർ ആര്യ രാജേന്ദ്രന് കീഴിലുള്ള കോർപ്പറേഷൻ ഭരണകാലത്ത് സംഭവിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണത്തെ ഭരണം ജനം വോട്ട് ചെയ്ത് അത് BJPക്ക് നൽകിയത്. ഏതായാലും മേയർ VV രാജേഷും ഭരണത്തിലേറിയതിനു ശേഷവും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ നോക്കിയിരിക്കുകയാണ് എതിർപക്ഷം.
തീർച്ചയായിട്ടും അതിനെ തരണം ചെയ്താണ് കോർപ്പറേഷൻ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനിടയിലാണ് ഈ ഗുരുതരമായിട്ടുള്ള ഈ ആരോപണം ഉന്നയിച്ചുകൊണ്ട് മേയർ വി രാജേഷ് രംഗത്ത് വരുന്നത്.